കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിന്ന കർണാടകയായിരുന്നു. അനവധി മാധ്യമങ്ങളാണ് കർണാടക സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ മാധ്യമങ്ങൾ വഴിതെറ്റിച്ചു എന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ തന്നെ പറയുന്നു. മാധ്യമങ്ങളെ അവിടുന്ന് അകറ്റി നിർത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഏതായാലും ഈ സംഭവമൊക്കെ നോക്കിക്കാണുകയായിരുന്നു ഞാൻ. കാരണം 23 വർഷക്കാലം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഈ വാർത്തകളെല്ലാം തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ പല മാധ്യമപ്രവർത്തകരെയും എനിക്ക് അറിയാവുന്നവരുമാണ്. ഏതായാലും ഈ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. കാരണം മാപ്ര എന്ന് പ്രേക്ഷകർ വിളിക്കുമ്പോൾ ഇല്ലെങ്കിൽ നാട്ടുകാർ വിളിക്കുമ്പോൾ എനിക്ക് യാതൊരു കുറ്റബോധമോ ഇല്ലെങ്കിൽ അപമാനമായി തോന്നിയിട്ടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ ആണ് ഞാനത് എടുക്കുന്നത്. സ്വലേ എന്നായിരുന്നു മുമ്പ്, എങ്കിൽ ഇപ്പോൾ മാപ്ര എന്ന് വിളിക്കുന്നു. പക്ഷെ ആ വിളിക്ക് വേറെ ചില അർത്ഥങ്ങൾ കൂടി ഉണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും അതിന് മാധ്യമപ്രവർത്തകർ അർഹരുമാണ് ആ വിളിക്ക്. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ നിലയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ കുറവായിരുന്നു. പിന്നീട് കൂടുന്ന സമയത്തും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രഷറാണ് വരുന്നത്. കാരണം ഈ കോമ്പറ്റീഷൻ ശക്തമാണ്. ഓരോ വാർത്ത ഒരു ചാനലിൽ അത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ഹെഡുകൾ നമ്മളെ വിളിച്ചിട്ട് പറയും എന്തുകൊണ്ട് ആ വാർത്ത പോയി എന്ന് പറയും. അപ്പോൾ അതിനെ കവർ ചെയ്യാനുള്ളൊരു ഓട്ടമാണ്. അങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഈ വാർത്തയുടെ നിജസ്ഥിതിയല്ല, പകരം നമ്മൾ കുറേ സങ്കല്പ വാർത്തകളാണ് ചെയ്യാറുള്ളത്. ഏതായാലും ഞാനൊരു ഉദാഹരണ സഹിതം, അതായത് എൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ നടന്ന ഇതുമായി റിലേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ നടന്ന ദുരന്തത്തിന് സമാനമായി കേരളത്തിൽ നടന്നൊരു ദുരന്തവും അത് മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തെന്നുള്ളതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഞാനും അതിൻ്റെയൊക്കെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ അത്തരത്തിൽ വാർത്തകൾ ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനിത് പറയുന്നത്. മുഖ്യധാര മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൽ എല്ലാവരും ജേർണലിസ്റ്റുകളാണ്, കാരണം ആർക്കും ജേർണലിസ്റ്റ് ആകാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളത് 2 വർഷം അതിൻ്റെ കോഴ്സായി കഴിഞ്ഞ് PG ഒക്കെ എടുത്ത് പല ചാനലിലോ ഇല്ലേ പത്രസ്ഥാപനങ്ങളിലോ ഒക്കെ പോയി നിന്ന് ട്രെയിനിയായി നിന്ന് പണി പഠിച്ച് അങ്ങനെ ഉള്ള ഒരു വലിയ വിഭാഗം മാധ്യമപ്രവർത്തകർ ഇപ്പോഴും മുഖ്യധാരയിൽ അടക്കം പ്രവർത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെങ്കിലോ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിലോ നമുക്ക് മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയും. ഏതായാലും നമുക്ക് ആ സംഭവം ഒന്ന് വിശദീകരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. സംഭവം നടന്നത് 2013 അന്ന് ഞാൻ ഒരു പ്രമുഖ ചാനലിൻ്റെ, അതായത് മുഖ്യധാരയിലുള്ള ഒരു ചാനലിൻ്റെ ഇടുക്കി ജില്ലയുടെ റിപ്പോർട്ടറാണ്. അന്ന് ഓഗസ്റ്റ് മാസമാണ്. ആ സമയത്ത് അപ്രതീക്ഷിതമായൊരു മഴ ഇടുക്കിയിലുടനീളം ഉണ്ടായി. അന്ന് രാവിലെ ഒരു 5 മണിയായപ്പോൾ ഒരു കോള് എത്തുന്നു. ആ കോളിൽ പറയുന്നത് കട്ടപ്പനയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ ക്യാമറാമാനെയും ഡ്രൈവറെയും വിളിച്ച് ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് പോകുന്നു. അവിടുന്ന് വിഷ്വലെടുത്ത് മടങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 7:30 മണിയായിട്ടുണ്ടാകും രാവിലെ. അപ്പോൾ അടുത്ത കോൾ എത്തുന്നു ചീയപ്പാറയിൽ, അതായത് അടിമാലിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ മധുര ദേശീയപാതയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വലിയ മല ഇടിഞ്ഞു വീണിരിക്കുന്നു, വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന്. ഈ കട്ടപ്പനയിൽ നിന്ന് അടിമാലിക്കെത്തുക മഴയും കൂടെ ആണെങ്കിൽ ഇടുക്കിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ചവിട്ടി വിട്ടാൽ പോലും എത്തണം. ഏതായാലും കട്ടപ്പനയിൽ നിന്നും യാത്ര തിരിച്ചു. അപ്പോഴേക്കും കേരളത്തിൻ്റെ മാധ്യമങ്ങളിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് 10-11 മണിയോടുകൂടി ഞങ്ങളുടെ സംഘം അവിടെ എത്തുമ്പോഴേക്കും കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ, കാരണം എനിക്ക് അറിയാവുന്നൊരു സ്ഥലമാണ് ചീയപ്പാറ, കാരണം ഇടുക്കിയുടെ ജില്ലാ റിപ്പോർട്ടർ ആയതുകൊണ്ട് പല പ്രാവശ്യം ഈ വഴി കടന്നു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ആ 10:30 ആ സ്പോട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്നെ വിളിക്കുകയാണ്. ഒരു ബസ്സിനെ കാണാനില്ല, ഒരു ബസ് കാണാനില്ല, ഒരു ബസ് ആ വലിയ മണ്ണിടിച്ചിൽ ഒലിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ വാർത്ത? അത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ, ആ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനം ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴും പുള്ളി ഉണ്ടയിലെ വെടി പൊട്ടിച്ച് നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും. അങ്ങനെ ഒരു വാർത്ത പോകുന്നു. അതായത് വലിയ ബ്രേക്കിംഗ്. ഒരു ബസ് പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 10-45 പേര് ആ ബസ്സിലുണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററോട് പറഞ്ഞ കാര്യം, സാർ ഒരിക്കലും പോകില്ല, കാരണം ഒരു ബസ്സിന് പോകാനുള്ള ഒരു വിടവെങ്കിലും അവിടെ വേണ്ടേ? ഇപ്പുറത്തൊരു അരുവി ഒഴുകുന്നു, നദി ഒഴുകുന്നുണ്ട്, അവിടെ ഒരു വിടവ് വേണ്ടേ? കാരണം ഉറുമ്പിന് പോകാൻ കഴിയുന്ന വലിപ്പമുള്ള ഒരു കുഴിയിൽ ആന പോയി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. പക്ഷേ അപ്പോൾ ആ കോർഡിനേറ്റിംഗ് എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് ശങ്കർ എന്നാണ്, അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ വാക്ക് വിശ്വസിച്ച് നമ്മുടെ ചാനലിൽ ആ വാർത്ത കൊടുത്തില്ല, ബസ് പോയ വാർത്ത കൊടുത്തില്ല. എങ്കിലും ഒരു 5 മിനിറ്റ് ഇടപെട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ചാനലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ ചാനലിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു മുഖ്യധാര ചാനലിൽ ഒരു വാർത്ത ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്തവും കുന്തവുമില്ലാതെ ബാക്കിയുള്ള ചാനലുകൾ മുഴുവൻ ഈ വാർത്ത അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ്. ഇതെന്താണെന്ന് പോലും അവർ തിരക്കാറില്ല. ഇതാണ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതി. ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെയും ഒപ്പം തന്നെ ഈ
വ്ളോഗർമാരുടെയൊക്കെ എണ്ണം കൂടിയതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ചുകൂടി കൂടി. അതുകൊണ്ട് എല്ലാവർക്കും സ്റ്റോറിയിൽ റീച്ച് വേണം, ഇല്ലെങ്കിൽ കുറച്ച് തിളങ്ങി നിൽക്കണം. ഞാൻ ഈ പറഞ്ഞ വാർത്ത ചെയ്തത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, സീനിയർ മാധ്യമപ്രവർത്തകൻ. അദ്ദേഹമാണ് ഈ ബസ് കൊക്കയിലേക്ക് തള്ളിയിട്ടത്. ഏതായാലും എനിക്ക് വലിയ പ്രഷർ എൻ്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായി. ഞാൻ എൻ്റെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു, ബസ് പോയിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. ഇടയ്ക്ക് എനിക്ക് തന്നെ സംശയം തോന്നി ഇനി ബസ് പോയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ചാനലിലൊക്കെ ഈ വാർത്ത പോകുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കൈരളി ഉണ്ടായിരുന്നു. കൈരളിയിലും ആ വാർത്ത കൊടുത്തില്ല, അവർ ബസ് പോയെന്നുള്ള വാർത്ത കൊടുത്തില്ല. കാരണം കൈരളിയുടെ അന്നത്തെ അവിടുത്തെ റിപ്പോർട്ടറും സലീം മുഹമ്മദ് എന്ന് പറയും, അദ്ദേഹവും ഇടുക്കിക്കാരനായിരുന്നു. അങ്ങനെ ഇടുക്കിയിലുള്ള റിപ്പോർട്ടർമാരൊക്കെ ഒന്നും മടിച്ചു നിന്നെങ്കിലും പുറത്തുനിന്ന് വന്ന റിപ്പോർട്ടർമാരൊക്കെ തകർത്ത് വാർത്തകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം കർണാടകത്തിൽ സംഭവിച്ചതോ അങ്ങനെയാണ്. ഇവിടെ നിന്നുള്ള വ്ളോഗേഴ്സും ഒപ്പം തന്നെ യൂട്യൂബ് ചാനലുകാരുമൊക്കെ അവിടെ പോകുന്നു, അവിടെ നിന്നുള്ള വാർത്ത ചെയ്യുന്നു. അവരാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ഇത് പോയിരിക്കുന്നത്, എവിടെ തപ്പണമെന്ന് തീരുമാനിക്കുന്നു. നമുക്കറിയാം മാധ്യമങ്ങളുടെ വാർത്ത വലിയ ഒരു പ്രഷറാണ് പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെയാണ് അവിടുത്തെ സർക്കാർ പെട്ടുപോയത്. സർക്കാർ ഈ വാക്കുകൾ കേട്ടിട്ട് അവർക്ക് തന്നെ കൺഫ്യൂഷനായി. ആദ്യത്തെ 3 ദിവസം കനത്ത മഴയായിരുന്നു, അവിടെ തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഏതായാലും ഇപ്പോൾ കർണാടക സർക്കാർ തുറന്നു പറയാൻ തയ്യാറായി തങ്ങളെ വഴിതെറ്റിച്ച മാധ്യമപ്രവർത്തകരാണെന്ന്. പക്ഷേ സൈന്യം വന്നതോടുകൂടി ഈ മാധ്യമപ്രവർത്തകരെല്ലാം അവർ അവിടെ നിന്ന് അകറ്റി. കാരണം സൈന്യത്തിന് മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും വാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അവരുടേതായ രീതിയുണ്ട് ഇത് അന്വേഷിച്ച് പോകാനായി. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും ആ ബസ്സിൻ്റെ കഥയിലേക്ക് വരാം. അങ്ങനെ ഈ ബസ് പോകുന്ന വാർത്ത ഉച്ച വരെ നിൽക്കുന്നു. ഉച്ചയായപ്പോഴേക്കും അടുത്ത ബ്രേക്കിംഗ് വരുന്നു. സൈന്യം എത്തുന്നു, സേന എത്തുന്നു, നാവികസേന ഉൾപ്പെടെ എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നു. അതിൽ പല മാധ്യമങ്ങളും പല ആംഗിളിലാണ്. ഹെലികോപ്റ്ററിൽ വരുന്നു എന്നുള്ള ചിലർ പറയുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വാഹനത്തിലാണ് വരുന്നത്. അങ്ങനെ പല വാർത്തകൾ വരുന്നു. ഏതായാലും സൈന്യം വരുന്ന വാർത്ത ഏതാണ്ടൊരു കൺഫേം രീതിയിൽ കൊടുക്കുന്നു. ഹെലികോപ്റ്ററിലല്ല വരുന്നത്, വാഹനത്തിലാണ് വരുന്നത് എന്നൊരു വാർത്ത നമ്മൾ കൊടുക്കുന്നു. കാരണം ഈ സൈന്യത്തിൻ്റെ വാർത്തയൊക്കെ ഒന്നുകിൽ സൈന്യമിലെ NIA തുടങ്ങിയ ഏജൻസികളൊക്കെ ഒന്നുകിൽ അവരുടെ വാർത്ത കുറിപ്പ് ഇറക്കും അവർ, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മാധ്യമങ്ങളോട് തന്നെ നേരിട്ട് പറയുന്നൊരു രീതിയാണുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പോലല്ല ഇതാ ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നൊരു പതിവ് ഉള്ളതായിട്ട് എനിക്കറിയില്ല ഇതുവരെ. ഏതായാലും അങ്ങനെ ബസ് കൊക്കയിൽ കിടക്കുകയാണ്. വാർത്തകൾ ഇങ്ങനെ പോകുന്നു. ആ ബ്രേക്കിങ്ങിൽ നിന്ന് ആ വാർത്ത ഓരോ സമയം കഴിയുമ്പോഴും താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴും ബസ് കൊക്കയിലാണ്. എനിക്ക് തന്നെ സംശയം വന്നു ഇനി ബസ് പോയിട്ടുണ്ടോ എന്ന്. ഏതായാലും ഒരു 3:30 കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വലിയ രീതിയിൽ തന്നെ ഇതിനകത്ത് മുങ്ങിത്തപ്പി അന്വേഷണമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ലഭിച്ചത് ഒരു ഓട്ടോറിക്ഷയും ഒരു ബൈക്കും 2 സൈക്കിളുമാണ്. ആ ഒരു അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ചീയപ്പാറ ദുരന്തത്തിൽ 3 പേരാണ് മരിച്ചത്. അവിടെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. VS അച്യുതാനന്ദനൊക്കെ അവിടെ എത്തുകയുണ്ട്. അതിനുശേഷം അതായത് ആ റോഡിൽ ഉണ്ടായിരുന്ന ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ ടൂറിസ്റ്റുകൾ പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, അത് കാണാൻ അവിടെ നിർത്തും. ആ തട്ടുകടയിൽ നിന്നവർ ഉൾപ്പെടെയാണ് ഈ ചെളിയും മണ്ണും എല്ലാം കൂടെ ഉരുൾപൊട്ടൽ ഇടിച്ച് വന്ന് പോയത്. ഏതായാലും 4 മണി ആയപ്പോഴേക്കും ബസ്സിൻ്റെ കഥയേയില്ല, ബസ് പോയ കഥയില്ല. അവിടുന്ന് ആകെ ലഭിച്ചത് ഇത് മാത്രമാണ്. പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആരും ആ അപകടത്തിൽ മരിച്ചിരുന്നില്ല. അവിടെ ചായ കുടിച്ചുകൊണ്ടും മറ്റും നിന്ന 3 പേരായിരുന്നു മരിച്ചത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ രീതിയിലാണ് നമ്മുടെ റിപ്പോർട്ടിങ് പോകുന്നത്. അതായത് നമ്മളൊരു റിപ്പോർട്ടർ അവിടെ എത്തിയാൽ നമ്മൾ കൂടുതൽ നേരം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാനും ജനങ്ങളെ പിടിച്ചിരുത്താനുമായി നമ്മുടെ വായിൽ വരുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അപകട സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള നമ്മുടെ സീനിയർ മാധ്യമ പ്രവർത്തകർ തന്നെ കേരളത്തിൽ വളരെ കുറവാണ്. അതായത് ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്ത് 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ വളരെ കുറവാണ്. ഏതാണ്ട് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഫീൽഡിൽ, അതായത് റിപ്പോർട്ടറായി വർക്ക് ചെയ്തവർ. പലരും ഡെസ്കിൽ ഇരുന്നിട്ട് സീനിയർ ആയവരാണ്. പക്ഷേ കേരളത്തിലുള്ള ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഡെസ്കിൽ ഇരിക്കുന്നവരും വളരെ കാലം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് ഫീൽഡിൻ്റെ സ്പന്ദനം അറിയാൻ കഴിയും. അത് മിക്കവാറുമൊക്കെ ഇപ്പോൾ ഫീൽഡിൽ പൈസ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് ട്രെയിനുകളെ മറ്റും അവിടെ വിടാറുണ്ട്. അവരവിടെ ചെന്നിട്ട് ഈ വഴി കാണുന്നവനോട് മൈക്ക് വെച്ച് ചോദിക്കുക എന്താണ് സംഭവം, അവൻ്റെ വായി വരുന്നത് അങ്ങ് വിളിച്ചു പറയും, അതങ്ങ് ബ്രേക്ക് ചെയ്യും. അതാണ് പുതിയൊരു രീതി. അതായത് ഇടിച്ച് കയറുക, മത്സരമാണ്. എന്താണ് അവിടെ നടന്നതെന്നോ ഇല്ലെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാണ്. കാരണം ഞാനാണെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു മത്സര ഫീൽഡായി മാറിയിരിക്കുന്നു. കാരണം ഒരാൾ ബസ് പോയി എന്ന് പറയുമ്പോൾ ഞാൻ കുറഞ്ഞ പക്ഷം ട്രെയിൻ പോയി എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കിതിൻ്റെ മുകളിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം നിൽക്കുന്നത്. കാരണം ഇതൊരു അല്ലെങ്കിൽ ജീവിത ഉപാധി കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഏതായാലും കർണാടകത്തിൽ ഈ ദുരന്തത്തിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഇപ്പോഴും ചില ഉണ്ടയില്ല വെടികൾ പൊട്ടിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആളാകണം, നമുക്ക് ലൈംലൈറ്റ് നിൽക്കണം, ഇല്ലെങ്കിൽ നമുക്ക് റീച്ച് വേണമെന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ
താൽക്കാലികമായ ഒരു വിജയം മാത്രമാണ് ഉണ്ടാകുന്നത്. കാരണം റിയാലിറ്റി വരുമ്പോൾ ജനം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. ഇപ്പോൾ കർണാടകത്തിൽ സംഭവിച്ചും അത് തന്നെയാണ്. ഒരു ദുരന്ത ഭൂമിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അത് അവിടെയുള്ള ഒരു പരിചയമുള്ള ഒരാളോട് ചോദിക്കുക ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പകരം അവിടെ കാണുന്ന അല്പം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ഒരുത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മൈക്ക് വെച്ചിട്ട് അവൻ വല്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് അവൻ്റെ വായി വരുന്നത് പലതും പറയാം, അത് വലിയ വാർത്തയാക്കുന്നു, പിന്നെ അതിൻ്റെ അനാലിസിസ് നടത്തുന്നു, പിന്നെ അതിൻ്റെ ചർച്ച നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തെ പോലും ആണ് പറയുന്നത് ഇകഴ്ത്തി കെട്ടിക്കൊണ്ട് സംസാരിക്കുന്നു. ചില ചാനലുകളൊക്കെ ഞാൻ കണ്ടു ജീവനോടിരിക്കുന്നു, ഇപ്പോൾ ലോറി പോയ വഴികൾ. ഇത്രയുമൊക്കെ കഴിവുണ്ടായിരുന്നത് നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. കുറഞ്ഞ പക്ഷം നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രലോകത്തോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലോ കുറഞ്ഞ പക്ഷം നിങ്ങൾ PSC ടെസ്റ്റെങ്കിലും എഴുതി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗം കിട്ടുമായിരുന്നു, ഇത്രയും തലയുണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് മാപ്ര എന്നുള്ള വിളി സന്തോഷപൂർവ്വം തന്നെയാണ് ഞാൻ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അത് വേറൊരു അർത്ഥത്തിലേക്ക് മാറ്റുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. കഴിവതും ഒരു അപകടം നടക്കുമ്പോൾ, അത് രാഷ്ട്രീയം എന്തുമായിട്ട് അവിടെ ഭരിക്കുന്ന ആരുമായിക്കോട്ടെ, അതിൻ്റെ അല്ല കാര്യം. നമ്മൾ അപകടം നടക്കുമ്പോൾ അവിടെ പോയിട്ട് എന്താണ് എന്നുള്ളത് മാത്രമാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. അല്ലാതെ നമ്മളുടെ നിഗമനങ്ങളല്ല. ഇല്ലെങ്കിൽ ആ വഴിയെ കൂടെ പോകുന്നവൻ്റെ അണ്ണാക്കി മൈക്ക് കുത്തി കയറ്റിയിട്ട് അവൻ്റെ ബൈറ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ചിക്കുന്നതല്ല മാധ്യമപ്രവർത്തനം എന്ന് കുറഞ്ഞ പക്ഷം സീനിയർ മാധ്യമപ്രവർത്തകരെങ്കിലും അറിയണം. താഴോട്ടുള്ളവരെ ഞാൻ കണക്കൂട്ടുന്നില്ല. കാരണം ആശാൻ പിഴച്ചു കഴിഞ്ഞാൽ എല്ലാം പിഴയ്ക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ ബിനു വി ജോണിൻ്റെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് അബദ്ധം പറ്റിയെന്നുള്ളത്. അദ്ദേഹമൊക്കെ വളരെ കാലം ഫീൽഡിൽ നിന്ന് സീനിയറായ വ്യക്തിയാണ്. അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാം എന്താണ് താഴെത്തട്ടിൽ നടക്കുന്നതെന്നുള്ളത്. ഏതായാലും ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇതുമായി ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം പറഞ്ഞുള്ളൂ. ഇത് കണക്ക് 100 കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല തൽക്കാലം. ഇത് പ്രേക്ഷകരോട് പറഞ്ഞത് എന്താണെന്നെങ്കിലും ഈ റിപ്പോർട്ടിങ് ലൈവും ഒക്കെ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ കുറഞ്ഞ പക്ഷം ന്യൂസ് മലയാളം പോയിൻറ്റിൻ്റെ പ്രേക്ഷകരെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് തന്നെയാണ് ന്യൂസ് മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.